ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറുപയർ മുളപ്പിച്ചത് കൊണ്ട് ഒരു സാലഡ് ഉണ്ടാക്കണം. ഒന്നുമില്ല, മല്ലിയില, പുതിനയില, നാരങ്ങ, സവാള, ക്യാരറ്റ്, മുളപ്പിച്ച ചെറുപയർ ഇത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിന് എല്ലാ പച്ചക്കറികളും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കളർഫുൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാവേ ചെയ്യുള്ളൂ. നമുക്ക് എന്ത് രീതിയിലും നമുക്ക് സാലഡ്സിൽ ഡ്രസ്സിങ് കൊടുക്കാം. ഇവിടെ ഞാൻ നാരങ്ങ നീരും കുരുമുളക് പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ. വെജിറ്റബിൾസ് ഏത് യൂസ് ചെയ്യുന്നു അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് സാലഡിൽ ചേർക്കാം. ചെറുപയർ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെറുപയർ തന്നെ എടുക്കാം. അതായത് പഴകിയിട്ടുള്ള ചെറുപയർ മുളയ്ക്കണം എന്നില്ല. അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കളയുക. എന്നിട്ട് വെക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ലെവലിൽ മുളച്ച് വരും. അതാണ് എടുക്കാൻ നല്ലത്. ഒന്നുകൂടി മുളച്ചാലും ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ക്യാരറ്റ്, മല്ലിയില, പുതിനയില, ഉപ്പ്, നാരങ്ങ നീര്, അതുപോലെ കുരുമുളക് പൊടി ഇതെല്ലാം മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് ഡിന്നറായിട്ടോ സൈഡ് ഡിഷായിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ന്യൂട്രീഷണൽ പവർ ഹൗസ് തന്നെയാണ് കേട്ടോ ഇത്. ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇതിൽ നല്ല ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതായത് ഫോളേറ്റ്, അയൺ, മാഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ ഇതിലുണ്ട്. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്പ്രൗട്ട്സ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസോ അല്ലെങ്കിൽ വയറുവീർപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടാവാം. വെയിറ്റ് ലോസിന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. നല്ലൊരു എനർജി ബൂസ്റ്റർ തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ റെസിപ്പി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.